ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് DGP റിപ്പോർട്ട് സമർപ്പിച്ചാൽ സ്വാഭാവികമായും ADGP MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിക്ക് നീക്കേണ്ടി വരും എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. CPI ആകട്ടെ തിങ്കളാഴ്ചയ്ക്കകം അങ്ങനെ ഒരു നടപടി ഉണ്ടാകണം എന്നൊരു അന്ത്യശാസനം നൽകുന്ന മട്ടിൽ നിൽക്കുകയുമാണ് മുന്നണിക്കകത്ത്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ഒരു ത്രിതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ്. ഇനി സ്വർണ്ണക്കടത്ത്, പോലീസിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഈ കാര്യങ്ങളിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് എന്ത് തുടർ നടപടി എന്ന ചോദ്യം അവശേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും, തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലായാലും ADGPയുടെ RS നേതാക്കളുമായി കൂടിക്കാഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്ന നടപടിയുടെ കാര്യത്തിലായാലും ഒക്കെ അൻവറിൻ്റെ ആരോപണങ്ങളെ, അൻവറിൻ്റെ നിലപാടുകളെ, അൻവറിൻ്റെ വാദങ്ങളെ ശരിവെക്കുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ നടപടികൾ മാറാൻ പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം എന്ന പ്രഖ്യാപനവുമായി നിൽക്കുന്ന അൻവറിന് അത് കൂടുതൽ ഊർജം പകരുമോ? ആ ഊർജം നൽകുന്ന കൂട്ടത്തിൽ CPIയിൽ നിന്നുള്ള അണികളുടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ശ്രീ എ സജീവൻ, എനിക്കൊന്ന് ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. നമുക്ക് നേരെ പോകാം ശ്രീ M ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, അങ്ങനെ ഒരു സാഹചര്യം സ്വാഭാവികമായും അൻവറിന് അനുകൂലമായി മാറില്ലേ, ഈ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ? ഞാൻ സംസാരിച്ചു വന്നപ്പോ കുറെ സമയത്ത് ഇന്ററപ്ഷൻ ഉണ്ടായി, കട്ടായി പോയിട്ടുണ്ടായിരുന്നു. താങ്കളുടെ ചോദ്യങ്ങളുടെ ആ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് വരുമ്പോഴാണ് കട്ടായി പോകുന്നത്. അതുകൊണ്ട് തന്നെ CPMന്റെ ആ കാര്യത്തിൽ താങ്കളുടെ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിനും കൂടെ പറയണമല്ലോ. അതോടെ ചേർത്ത് ഞാൻ പറയുകയാണ്, അൻവറിന്റെ ഈ പുതിയ പാർട്ടി രൂപീകരണം ആർക്കാണ് ആശങ്കയുള്ളത് എന്നുള്ളത് അന്വേഷിച്ചുകൊള്ളുക. പ്രത്യേകിച്ചും മഞ്ചേരിയിൽ 1,00,000 പേരെ പങ്കെടുപ്പിച്ച് ഒരു സമ്മേളനം നടത്തുമ്പോൾ CPMന് മലപ്പുറത്തുള്ള ശേഷി, കേരളത്തിലുള്ള ശേഷി എത്രയാണെന്നുള്ള ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. 7% വരും. അതാണ് അതിൽ വർധനവുണ്ടായാലാണ് കൂടുതൽ ചർച്ച വേണ്ടി വരുന്നത്. ശോഷണം ഉണ്ടായാലും ചർച്ച വേണ്ടി വരും. ശോഷണം ഉണ്ടായതായി നമുക്ക് ആ തരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ ഇല്ല ഏതായാലും. പിന്നെ ഇത് വരുമ്പോ ഇവിടെ പുതിയ പാർട്ടിയുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ പുതിയ പാർട്ടി അടുത്ത കാലത്തൊക്കെ ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അതിലാദ്യം ശ്രീ MV രാഘവന്റെ CMB വന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഗൗരിയമ്മയുടെ JSS വന്നു. അതൊക്കെ അവർ കൊണ്ടു നടന്നു. MLA മാരുണ്ടായി, മന്ത്രിമാരുണ്ടായി. ആ പാർട്ടി പിന്നെ എങ്ങോട്ടാണ് എത്തിയത്? അവരുടെ കുഴപ്പം കൊണ്ടല്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പാർട്ടികളിലേക്ക് പുതിയ അണികൾ വരാതായി. അങ്ങനെയാണ്. ഒരു പാർട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കാം, പക്ഷെ അത് മുമ്പോട്ട് പോകണമെങ്കിൽ പുതിയ പുതിയ അണികൾ ആ പാർട്ടിയിലേക്ക് വരണം. RSPയെ കുറിച്ച് നമ്മൾ ഇപ്പോഴും അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. RSPയുടെ പ്രശ്നം ആ പാർട്ടിയിൽ ഇപ്പോഴും നേതാക്കളുണ്ട്, പക്ഷെ പുതിയ അണികൾ അതിലേക്ക് വരുന്നില്ല. CMBയുടെയും പിന്നീട് JSSന്റെ ഒക്കെ സ്ഥിതി തന്നെ ആകുമായിരുന്നു. അങ്ങനെയല്ലാതൊരു പാർട്ടി അൻവറിന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിൽ ആൾക്കാരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉണ്ടാകട്ടെ, പാർട്ടി വളർന്ന് വലുതാവട്ടെ, അവരുടെ വീക്ഷണങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നേടാനായി ജനങ്ങൾ ഒപ്പം നിൽക്കട്ടെ. അതൊന്നും എനിക്കൊരു തർക്കമില്ല, ഞാൻ സ്വാഗതം ചെയ്യുകയുള്ളൂ. അതിനോട് നിഷേധാത്മക സമീപനം. പക്ഷെ ഒരു കാര്യത്തിലേ ഉള്ളൂ പറയാനുള്ള കാര്യം, ഈ CPMന്റെ സമ്മേളനങ്ങളെ സ്വാധീനിക്കാനാണ്, അല്ലെങ്കിൽ CPMന്റെ ആൾക്കാര് ഇപ്പൊ അൻവറിന്റെ കൂടെ നിൽക്കുന്നവരുണ്ട് എന്നൊക്കെ കരുതുന്നവര് ഇതിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വയ്യാത്തവരാണ്. ഇതിനകത്ത് ഇപ്പൊ ഡാം ഷുവർ എന്ന് പറയാവുന്ന സുനിശ്ചിതമായ ഒരു കാര്യമുള്ളത് എന്താണ് ഇപ്പൊ ഉള്ളത്? സുനിശ്ചിതമായ കാര്യം എന്ന് പറയുന്നത് CPMന്റെ സംഘടനാ സമ്മേളനങ്ങളുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത് തുടങ്ങിക്കഴിഞ്ഞു. അതാണ് സുനിശ്ചിതമായ കാര്യം. അത് അടുത്ത വർഷം ഏപ്രിൽ മധുര പാർട്ടി കോൺഗ്രസോടുകൂടിയാണ്, 24 പാർട്ടി കോൺഗ്രസോടുകൂടിയാണ് ആ സംഘടനാ സമ്മേളനങ്ങളുടെ ഷെഡ്യൂൾ അവസാനിക്കുക. അതുവരെ ഈ സമ്മേളനങ്ങൾ അഭംഗുരം തുടരുകയാണ്. അതെവിടെയും ഒരു അൻവർ കൊണ്ടോ ഒന്നിലധികം അൻവറുമാർ ഉണ്ടായാലോ അത് തടസ്സപ്പെടില്ല, അത് മുമ്പോട്ട് തന്നെ പോകും. വിമർശനങ്ങൾ ഉണ്ടാവും, സ്വയം വിമർശനം ഉണ്ടാവും. അതാണ് പാർട്ടി സമ്മേളനം 3 വർഷം കൂടുമ്പോൾ നടക്കുന്നത്. അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. അത് മറ്റു പാർട്ടികൾക്ക് ഇല്ലാത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമേ അതുള്ളത് താങ്കൾക്ക് അറിയാമല്ലോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല കൂടുതൽ. അപ്പൊ അങ്ങനത്തെ ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് നേതാക്കളുണ്ട് എന്ന് പറഞ്ഞാൽ, കണ്ണൂരിൽ നിന്ന് ഈ നേതാക്കൾ പോയിട്ട് പാർട്ടി മെമ്പർഷിപ്പിൽ പോയിട്ട് അണികളിൽപ്പെട്ട ഒരാൾ പോലും അൻവറിന്റെ കൂടെ പോവില്ല. അതാണ് ആ പാർട്ടിയുടെ ഘടനാപരമായ കെട്ടുറപ്പ്. അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഘടനാപരമായ വളരെ കെട്ടുറപ്പോടുകൂടി നിൽക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് അൻവർ വിചാരിച്ചാൽ എങ്ങനെയാണ് ആൾക്കാർ പോവുക എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് കേൾക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ശ്രീ ഗോപികൃഷ്ണൻ, അത് ഒരു ഫലിതമായിട്ട് പോലും ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഒരു പൗരനിലേക്ക് അത് ഏതറ്റം വരെയും ഉണ്ട്.
അത് ചെയ്തോട്ടെ, എനിക്ക് തർക്കമൊന്നുമില്ല.